എന്നിട്ട് ബ്ലഡ് എടുക്കാനായിട്ട് ആൾ വന്നു. ഏകദേശം ഒരു ആദ്യം ഒരു ചെറുക്കനായിരുന്നു. അപ്പോൾ ഒരു 8-9 വട്ടത്തിൽ പുറത്ത് കുത്തി. പിന്നെ കുറേ നേരം അവിടെ ലാഗായി. പിന്നെയും കുറേ കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു മേഡം വന്നു നേഴ്സ്. അവർ ഇതേപോലെ അവരിങ്ങനെ 8-9 വട്ടത്തിൽ പുറത്ത് അവരും കുത്തി. 8-9 വട്ടം കുത്തണോ? ഏകദേശം 3.5 മണിക്കൂർ അടിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മ അത് പറഞ്ഞു തുറന്നു നോക്കി കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചെക്ക് ചെയ്യില്ല, അവിടുന്ന് ചെക്ക് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. എന്നിട്ട് ഞങ്ങളെ കാണിക്കാൻ എനിക്കൊന്ന് അവിടുന്ന് മരിച്ചത്. എന്നിട്ട് ഞങ്ങളെ കാണിക്കാനായിട്ട് ആദ്യം പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടറിനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇവരെ നെഞ്ചിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി എന്നിട്ട് നേരെ ICUലോട്ട് കയറ്റി. ICU കൊണ്ടു. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആള് ഇതേപോലെ മരിച്ചു പോയിരുന്നു. സാറ് ഞാൻ വന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ ചുണ്ട് കറുത്തിരുന്നു, കൈ ഫുള്ള് തണുപ്പാണ്. അപ്പോൾ ഞാൻ ഒന്ന് പൾസ് നോക്കിയാൽ ഒരു കോമൺ മാനായ ഞാൻ നോക്കിയിട്ട് ഒരു പൾസ് ഇല്ലല്ലോ. നമ്മൾ ആ ഒരു ജെൻസ് ആണ് ഇത് മെയിൽ ഡ്യൂട്ടിക്കുന്ന. എടോ ഇത് ചാവണില്ലല്ലോ. ഞാൻ ചോദിക്കാൻ വേണോ അത് സഡേഷൻ കൊടുത്ത ഒരാളുടെ ബോഡി ടെമ്പറേച്ചർ ബേസ് ചെയ്തിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ ചുണ്ട് കറക്കണത്? അപ്പോഴും ശരി അങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഇഞ്ചക്ഷൻ അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുക. ഒരു 10-25 കുത്ത്. എന്നിട്ട് അയാൾ പറയാം സീനിയർ നേഴ്സ് വരും, അവർ വന്നിട്ട് അവർ നോക്കി. അപ്പം അമ്മ പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി ഞങ്ങൾ വാങ്ങിച്ചു തരാം, ബട്ടർഫ്ലൈയുടെ ഇത് വാങ്ങിച്ചു തരാം, അപ്പം ഇതൊന്നും ഇവിടെ എടുക്കണില്ല. അപ്പം ഇങ്ങനെ ചുണ്ട് കറക്കണത് ഇത് ചോദിക്കുമ്പോൾ അവരതിനൊന്നും ഒരു ആൻസർ തരുന്നില്ല. അങ്ങനെ അളിയൻ പോയി അവിടെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിനോട് പറയാ ഇവിടെ ഇത് ബ്ലഡ് എടുത്തിട്ട് കയറണില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും ഡോക്ടർ പറയാം അത് ചിലപ്പോൾ സഡേഷൻ്റെ പ്രശ്നമായിരിക്കും, പിന്നെ കയറിക്കോളൂ. എന്നിട്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പം ഈ നോക്കിക്കൊണ്ട് ബ്ലഡ് എടുക്കാൻ നോക്കിക്കൊണ്ട് ആൾ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ പറയണം. അവിടെ ഡോക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയും കുറച്ച് നേരം അവർ ഡോർ അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ICUലേക്ക് മാറ്റണം. ഞങ്ങളുടെ അടുത്ത് ബാങ്കിളും കയ്യിൽ നിന്ന് ബാങ്കിളും എല്ലാം ഒഴിക്കണം. അപ്പോൾ അമ്മ ചോദിക്കും ഇത് ICUലോട്ട് മാറ്റാൻ ബാങ്കിലെ പൂർണ്ണ ആവശ്യം എന്താണ്? അവിടെ വെച്ചിട്ടേ ആൾ മരണപ്പെട്ടു. വേറെ വല്ലതും ആയിരിക്കും. ഇപ്പം ഞാൻ ഇന്നലെ അങ്ങ് പോയി പോലീസ് ഒരു കേസെടുക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടോ? എന്ത് ചെയ്തൊക്കെ ഒരു കുഴപ്പമില്ല. 3.5 മണിക്കൂറോളം കാഷ്വാലിറ്റി കൊണ്ടിട്ടിരുന്നു. എന്നിട്ട് ഡോക്ടറെ വന്നപ്പോഴാണ് വന്നേ. എന്നിട്ട് നേരെ അവര് ICUലോട്ട് കൊണ്ടുപോയി. അവിടെ എന്തൊക്കെ ചെയ്തിട്ട് പയ്യനാണ് അവനെ കൊന്നത്. 3:30 നമ്മളിവിടെ കൊണ്ടുവന്നു. ഏകദേശം രാവിലെ ആയപ്പോഴേ ICUലോട്ട് 6 മണിയോടെ ICUലോട്ട് കൊണ്ടുപോയി. അത്ര നേരം അവിടെ കിടക്കുന്നു. ചേട്ടൻ വന്നപ്പോഴേ പഠിത്തില്ല. അപ്പൊ അവിടെ ചോദിച്ചു. അപ്പോഴത്തേനെ അവിടുത്തെ ഒരു നേഴ്സ് വന്ന് പറയുക എന്റെ അളിയൻ്റെ അടുത്ത് വലിയ എന്തിനാ കിടന്ന് മറ്റേ തിരിച്ച് അടിക്കുന്നത് ഭർത്താവ് തിരിച്ചടിക്കുന്നത്. ഇവരില്ല അവിടെ പനിയായിട്ടൊക്കെ വരുന്നത് അതേപോലെ നോക്കിയതേ ഉള്ളൂ. ആ സമയം തൊട്ട് വേറെ ഡിപ്രഷൻ ആയിപ്പോയി. ഡിപ്രഷൻ പോലെ വായ നാക്ക് ഇങ്ങനെ ആക്കുന്നു. കണ്ടീഷൻ ആയപ്പോഴാണ് അവർ സഡേഷന്റെ സജഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തോ മരുന്ന് അവരിട്ട് എന്തോന്ന് എനിക്കറിയില്ല. അതിപ്പോ എന്തൊക്കെ പറഞ്ഞു ഹീറ്റ് ആവുന്നുണ്ട് അങ്ങനെ മരുന്ന് അന്നേരം ഉപ്പിൽ കുത്തിയിട്ടത് അവർ ഗ്ലൂക്കോസ് ആണെന്നാ പറയുന്നത്. എനിക്കറിയില്ല എന്താ അതാണ് ചെയ്തത്. എന്നിട്ട് അവിടെ ഇത്ര നേരം അറിയിക്കേണ്ടത്. ആൾക്ക് 37 വയസ്സേ ഉള്ളൂ. എന്തെങ്കിലും അസുഖമായിട്ട് അവിടെ കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമില്ല. ഇവർ CT റിപ്പോർട്ട് കാണിക്കണം. ഒരു കുഴപ്പമില്ല, നോർമലാ, ഒരു കുഴപ്പമില്ല. ഇഞ്ചക്ഷന്റെ ഡോസ് കൂടി പോയി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മാറിപ്പോയി. കാണിക്കുന്നത് നോർമൽ. സാറേ അവരിൽ നിന്ന് ഒരു കുറ്റമില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഇവിടെ നിന്ന് പറയണ്ടേ നിങ്ങളുടെ കുട്ടി ഞങ്ങളെ കൊണ്ട് നോക്കി നടന്നില്ല, രക്ഷപ്പെടാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് ഞങ്ങൾ ഒറ്റ എണ്ണോടുണ്ടെന്ന് നോക്കിയാണ് എല്ലാവരും ഇവിടുന്ന് മുങ്ങുമല്ലേ ചെയ്തേ. 3.5 മണിക്കൂർ ചുമ്മാ നടന്നു. 3:30 കൊണ്ടുവന്നേ 6:00 അപ്പോൾ ഈ സഡേഷന്റെ ഇനി ടൈം എടുക്കുമെന്ന് നമ്മളോട് പറയുന്നത്. വന്നിട്ട് ഡോക്ടർ പറയും ഈ കുഞ്ഞിന്റെ അമ്മ നേഴ്സാ. അവള് പറയുന്നത് ഈ സൂചിട്ട് നിങ്ങൾ കുത്തലിട്ട് കുട്ടിയെ കേരളത്തിൽ നിങ്ങൾ എടുക്കാതെ 16-19 കുത്തുവെക്കുമ്പോൾ പെണ്ണുണ്ടെങ്കിൽ തള്ളയില്ലയോ? തള്ള പറഞ്ഞു നിങ്ങളിട്ട് കുത്തണ്ട, എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് കുത്തണ്ട, ഞങ്ങൾ സൂചി ഞങ്ങൾ വേറെ മേടിച്ച് തരാം. ആ സൂചി മേടിച്ചാൽ ഞങ്ങൾ ആ സൂചി ഒന്നും എടുക്കത്തില്ല എന്ന് വരാ പറയുന്നത്. കാര്യം അവള് കണ്ടോണ്ടിരിക്കുക 19 പ്രാവശ്യം കൊണ്ട് 2 കിലോ മാറി കുത്താക്കോ. എന്തോ വെയിൻ കിട്ടുന്നില്ലെന്ന്. വെയിൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ സൂചി അവള് പറയുന്നത് ഞങ്ങൾ വേറെ മേടിച്ച് തരാം. എന്നിട്ടും അവർക്ക് മനസ്സിലായിരുന്നു, അത് എന്നിട്ടും കണ്ടീഷൻ മനസ്സിലായിരുന്നു സാറേ.
3 നേഴ്സുമാർ മാറി മാറി 3.5 മണിക്കൂർ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. BP ചെറുതായിട്ട് 1 കിലോ റിക്കവർ ആവും. ഞാൻ 2:45 കാണും സാറേ, ഏകദേശം 2:30 കഴിഞ്ഞുള്ള സമയം. ഛർദിൽ വോമിറ്റിംഗ്, ഭയങ്കര വോമിറ്റിംഗ് ചെയ്ത് ഇല്ല വേറെ ഒന്നുമില്ല. 11 മണി ഉച്ചയ്ക്ക് വന്നു, ചോറുണ്ട് 2 മണിക്ക് വീണ്ടും അടുത്ത ഇറങ്ങി വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടികൾ വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ഛർദിക്കുന്നു, ചേച്ചി ഭയങ്കരമായിട്ട് ഛർദിക്കുന്നു ടീച്ചർ. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഛർദിക്കുക, അന്നേരം കാര്യം പറയും കുഴപ്പമില്ലാതെ വീണ്ടും ഛർദിക്കുന്നതോട് ടയർഡ് ആവുന്നു. അപ്പോഴേ ഞാൻ വണ്ടി കയറ്റി അടുത്ത ഹോസ്പിറ്റലിടാ ഇവിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ്. ഇപ്പം ഞാൻ അന്നേരം ഓർത്ത് സ്ട്രോക്കോ എന്തെങ്കിലും വരുവാണെങ്കിൽ CT ആദ്യം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ആദ്യം CT എടുത്തു. CT എടുക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർ മരുന്ന് കുത്തിയിട്ടു, അതെന്താ അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വേറൊരു ഇതായിപ്പോയി ആള്. ഡിപ്രഷൻ ഉള്ളതും ഈ തുപ്പല് പറയുന്ന പോലെ ഒരു നാക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലെ കാണിക്കുക, കിടക്കുന്നില്ല എനിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർ ആ ടൈമിൽ ഇവർ എന്തെങ്കിലോ ആണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് പറഞ്ഞത് CT എടുക്കണമെങ്കിൽ ഈ ചെറിയൊരു മയക്കത്തിന്റെ സാധനം ചെയ്താലേ CT എടുക്കുന്നതിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറയാം. അന്നേരം അത്ര വലിയ ഡിപ്രഷനും അല്ല ആള്. അന്നേരം എന്നൊക്കെ പറയാം അത് CT എടുക്കണല്ലോ, എന്തായാലും എടുത്തല്ലേ പറ്റൂ. അങ്ങനെ CT എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഡോക്ടറെ CT എടുക്കണം. അങ്ങനെ CT എടുക്കാൻ ഞാൻ വന്ന് CT എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവിടെ കിടന്നിട്ടും പുള്ളി ഒന്നും ചെയ്യുന്നില്ല, അവിടെ കിടത്തിയൊക്കെ വരും. ഒബ്സർവേഷനാണ് എന്നോട് പറയാം. ഒബ്സർവേഷൻ 3.5 മണിക്കൂറോളം. ഒബ്സർവേഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. വന്ന സമയത്ത് ഞാൻ പറയാ ചുണ്ട് കറുത്ത് കിടക്കുന്നു, പഴുത്ത് കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരതിന് ആക്ഷൻ എടുക്കണം. സജഷൻ ബുദ്ധിയുണ്ടായിരിക്കും. ചോദിക്കുമ്പോൾ അവർ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അറിയില്ല എനിക്ക് അത്ര. എന്നോട് ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. എന്താ അതിൽ ഇവർക്ക് തെറ്റില്ലെങ്കിൽ അവരൊന്നും പറയണ്ടേ? അവർക്ക് തെറ്റില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് മാത്രമാണ് കിടക്കുന്നത്. കൂടെ പോലെ 5 വർഷത്തെ ജീവിതമാണ് ജീവിച്ചത്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചെത്തില്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചെത്തായോ? ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞാനകത്ത് കിടക്കുന്നത്, അത് ഓർമ്മിച്ചോണം. ഞങ്ങളുടെ പൊന്നാനകത്ത് കിടക്കുന്നത്. അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ എന്തിനു കളിച്ചേ? നിങ്ങൾ എന്തിനു കളിച്ചേ? നിങ്ങൾ ഈ കുഞ്ഞിനെ എന്തിന് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ തടവേശ്വരന്റെ മയക്കുവാ എന്നിട്ട് ചോദിക്കും എത്ര നേരം നിൽക്കുവോ, ഓരോരുത്തരുടെ ബോഡിയുടെ അതനുസരിച്ച്